So elephants, Indian elephants with the tusk is a male, without tusk is a female. റോഡിൽ വന്നാൽ വരും കേട്ടോ. പൂസ് പിടിച്ചിരിക്കുമെന്നോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ഫോറസ്റ്റ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിലാണ്. ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിലെ ഫോറസ്റ്റ് സ്റ്റേ ആയ ചിതലിലാണ്. കുറച്ച് നാളുകളായി ഇവിടെ നമ്മളിങ്ങോട്ടൊരു സഫാരി വന്നിട്ട്. കാരണം മറ്റൊന്നുമല്ല, കുറേ നാളത്തേക്ക് നവംബർ 7-ാം തീയതി 2025 നവംബർ 7-ാം തീയതി ഇത് ബ്ലോക്ക് ചെയ്തിരുന്നതാണ്. അതിനുശേഷം 3-4 മാസങ്ങൾക്ക് ശേഷമാണ് ഓപ്പണായത്. അപ്പോൾ ഇങ്ങോട്ടൊന്ന് വരണമെന്ന് വിചാരിച്ചിരുന്നിട്ട് സാധിച്ചിരുന്നില്ല. വീണ്ടും നമ്മളിത് ബന്ദിപ്പൂർ, നമ്മുടെ സ്വന്തം ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിലേക്ക് എത്തിച്ചേർന്നുണ്ടോ. ഇത്തവണ നമ്മൾ JLR ഒന്നുമല്ല എടുത്തിരിക്കുന്നത്. നമ്മളെടുത്തത് ഫോറസ്റ്റിൻ്റെ സ്റ്റേ ആയ ഹരിണി, ചിതൽ എന്ന് പറയുന്നതിൽ ചിതലിൻ്റെ 1 പാക്കേജാണ്. ഞങ്ങൾ 3 പേരാണ് വന്നിരിക്കുന്നത്. ഞാൻ, ഷിബു അച്ചായൻ, ജൂബിൻ. അപ്പോൾ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നു. അത്യാവശ്യം നല്ല സൈറ്റിംഗ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ക്യാമ്പസിന് നിങ്ങൾക്ക് അറിയാമല്ലോ, ലെപ്പേഡ് എപ്പോഴും കയറി വരുന്നൊരു ക്യാമ്പസാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ക്യാമ്പസാണ്. പിന്നെ ഇവിടുത്തെ ഈ സ്റ്റേകളെല്ലാം തന്നെ നവീകരിച്ചു, അടിപൊളിയാക്കിയിട്ടുണ്ട്. ഹരിണിയുടെ നമ്മൾ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിതലും പപ്പിയായും ഒക്കെ നവീകരിച്ചിട്ടുണ്ട്. 1-2 സ്റ്റേകൾ മാത്രമാണ് നവീകരിക്കാനുള്ളൂ. പിന്നെ ഇവിടെയൊക്കെ സ്റ്റേയിലും അതുപോലെ തന്നെ സഫാരിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. JLRലും ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം സഫാരികളെല്ലാം ചുരുക്കിയിട്ടുണ്ട്, സഫാരി ടൈമിങ് ചുരുക്കിയിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളും എല്ലാം നമുക്ക് വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാഴ്ചകളെന്ന് പറയുന്നത് ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിൽ നിന്നുള്ള സഫാരിയുടെ കാഴ്ചകളാണ്. കിടിലൻ കാഴ്ചകളാണെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും കൃത്യമായ സ്വാഗതം നമ്മുടെ മറ്റൊരു ഫോറസ്റ്റ് വീഡിയോയിലേക്ക്. ബന്ദിപ്പൂരിലേക്ക് യാത്ര പോകുന്നതിന് മുമ്പ് നമുക്ക് മസനഗുഡിയിലെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ. ഞങ്ങൾ നേരെ ബന്ദിപ്പൂരിലേക്കുള്ള യാത്രയിൽ നേരെ പോയത് മസനഗുഡിയിലാണ്. മസനഗുഡിയിൽ നിന്ന് നേരെ മോയാർ റോഡിലേക്കാണ്. മോയാർ റോഡിലേക്ക് ചെന്നപ്പോൾ തന്നെ നമുക്ക് കിട്ടിയ കാഴ്ച എന്ന് പറയുന്നത് ഈ കരടിയുടെ കാഴ്ചകളാണ്. ഇതിനു മുമ്പേ നമ്മൾ ഇവിടെ വന്നപ്പോൾ കടുവയുടെ കാഴ്ചകളും കരടിയുടെ കാഴ്ചകളും നമുക്ക് കിട്ടിയിരുന്നു നേരത്തെ. അപ്പോൾ മിക്ക ദിവസങ്ങളിലും തന്നെ കടുവയുടെയും കാഴ്ചകളുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അതിരാവിലെ തന്നെ മോയാർ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ ചെക്കിൻ ടൈമൊക്കെ വരുന്നത് 12 മണി ആയതുകൊണ്ട് തന്നെ 12:30-12:45 ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ മോയാറൊക്കെ കറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തി. അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് ഈ കരടിയുടെ കാഴ്ചകൾ കിട്ടിയത്. കരടി ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു കരടിയാട്ടോ ഇവിടെ. ഇതിനു മുമ്പ് നമ്മൾ നേരത്തെ ഒരു യാത്രയിലും നമുക്കിങ്ങനെ കിട്ടിയിരുന്നു. ഇവൻ മിക്കവാറും തന്നെ ഈ റോഡ് സൈഡിൽ ഇപ്പോൾ ഉണ്ട്. വന്യമൃഗങ്ങളൊരു പറുദീസ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസനഗുഡി. മനുഷ്യരും മൃഗങ്ങളും എല്ലാം ഒരുമിച്ച് സഹവസിക്കുന്ന ഒരു ഗ്രാമം, ഒരു തനി നാടൻ തമിഴ് ഗ്രാമം. മുതുമല ടൈഗർ റിസർവിൻ്റെ ഏരിയയാണിത്. ഇവിടെ നമുക്ക് സ്വന്തം വണ്ടിയിൽ വന്ന് ഇങ്ങനെ വന്യമൃഗങ്ങളെ കാണാനുള്ള സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോഴും നമുക്ക് കിട്ടിയ അതേ സെയിം കരടി തന്നെയാണെന്ന് തോന്നുന്നു ഇതും. കാരണം ഇവനൊട്ടും തന്നെ പേടിയില്ല. അന്ന് ഈ ഇലന്തപ്പഴം ശരിക്കും ഉണ്ടായി കിടക്കുന്ന ഒരു സീസൺ ആയതുകൊണ്ട് അത് കഴിക്കാനായി മിക്കവാറും തന്നെ വരുമായിരുന്നു. ഇന്ന് നമുക്ക് അതിരാവിലെ കയറിയപ്പോൾ തന്നെ ഈ കരടിയുടെ കാഴ്ചയായിട്ട് കിട്ടിയത്. വണ്ടിയുടെ തൊട്ടടുത്തുകൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഈ കടുവകളാണ് സാധാരണ നമ്മൾ സഫാരിയിലൊക്കെ പോകുമ്പോഴേക്കും ഒട്ടും തന്നെ പേടിയില്ലാതെ വണ്ടിയുടെ അടുത്തേക്കൊക്കെ വരുന്നത്. അതുപോലെയുള്ളൊരു കരടിയാട്ടത്. ഇപ്പോൾ കരടിയെ കാണണമെന്നുണ്ടെങ്കിൽ നേരെ മസനഗുഡി വിട്ടാൽ മതി. അതുപോലെ തന്നെ കടുവ ക്രോസിങ് നമുക്ക് കിട്ടും. കാരണം ഈ താഴെയുള്ള അവിടെ മാത്രമാണ് വെള്ളമുള്ളത്. അതുകൊണ്ട് കടുവകൾ മിക്കവാറും തന്നെ ഇവിടെ 2 കടുവകളുണ്ട്. അത് മിക്കവാറും തന്നെ വെള്ളം കുടിക്കാനായിട്ട് ഈ ഭാഗങ്ങളിലേക്ക് വരും. ഇത്തരം കാഴ്ചകൾ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയുടെ മുന്നിൽ കിട്ടിയുള്ള അതെന്തായിരിക്കുമല്ലോ അത് കാഴ്ചകൾ കാണാനായിട്ട്
നമ്മളന്ന് എല്ലാവരും കണ്ടോ എന്നുള്ള രീതിയിലായിട്ട് അവൻ ഇരിക്കുന്നത്. ഇലന്തപ്പഴത്തിൻ്റെ സീസണൊക്കെ കഴിഞ്ഞതാണെന്ന് തോന്നുന്നു. എന്നിട്ടും അവനിതിൽ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ശരിക്കും ഈ കരടികൾ ഒരുപാടുള്ള സ്ഥലമാണ് ഈ മോയാറ്. അതുപോലെ സിംഗാര റോഡും നമുക്ക് സ്വന്തം വാഹനത്തിൽ പോകാൻ പറ്റും. സിംഗാര റോഡിൽ ഇപ്പോൾ ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് ഒരാഴ്ച മുന്നേ അവിടെ ശരിക്കും ഒരു തീപിടുത്തം ഉണ്ടായി. അവിടെ എല്ലാം കത്തിക്കരിഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് പോയില്ല കേട്ടോ. നമ്മൾ മോയാറെന്ന് കയറി നേരെ ബന്ദിപ്പൂരിൻ്റെ ഫോറസ്റ്റിന് സ്റ്റേയായ ചിതലിലേക്ക് പോകാനായിട്ടാണ് വന്നത്. എന്താണെങ്കിലും ഞങ്ങളുടെ സഫാരിയിലെ അല്ലെങ്കിൽ ബന്ദിപ്പൂർ യാത്രയിൽ നമുക്ക് ഏറ്റവും ഒരു നല്ല തുടക്കമായിരുന്നു എന്ന് പറയാൻ പറ്റും കേട്ടോ. ഇങ്ങോട്ട് വരും എന്തോ അങ്ങനെ കരടിയുടെ കാഴ്ചകളെല്ലാം ആവോളം വീഡിയോ ഒക്കെ പകർത്തിയതിന് ശേഷം നമ്മൾ നേരെ ഈ ബന്ദിപ്പൂരിലേക്ക് പോകട്ടോ. ബന്ദിപ്പൂരിലേക്ക് പോകണ യാത്രയിൽ മുതുമല ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ ഞാനക്കൂട്ടത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കിട്ടി. അങ്ങനെ നമ്മളതെല്ലാം കണ്ട് നേരെ ഇനി ബന്ദിപ്പൂരിൻ്റെ സ്റ്റേയിലേക്കാണ്. ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിൻ്റെ ഫോറസ്റ്റിൻ്റെ സ്റ്റേയായ ചിതില, ഹരിണി, കോകില വരുന്ന ആ ക്യാമ്പസിലാട്ടോ. ഇതാണ് റിസപ്ഷൻ സെൻറ്റർ വരുന്നത്. എല്ലാ റൂമുകളും റെനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങേയറ്റത്ത് 2-3 കൂടി ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ റെനോവേറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ചീതലാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബന്ദിപ്പൂരിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മുടെ വീഡിയോയിൽ കേട്ടോ. ഈ ക്യാമ്പസിൻ്റെ പ്രത്യേകത കാടിൻ്റെ നടുവിലാണ് ലെപ്പേർഡ് എപ്പോഴും കയറി വരുന്ന ഒരു ക്യാമ്പസാണ്. എന്തായാലും നമുക്ക് കാഴ്ചകൾ കിട്ടുമോയെന്ന് നമുക്ക് നോക്കാം. നമ്മൾക്ക് ഒരാളുടെ കാഴ്ചകൾ നമുക്ക് തന്നെ വരും. ഇതാണ് നമ്മൾ താമസിക്കുന്ന ചീതൽ. ഇതേ കാണുന്നതാണ് ഹരിണി. ഉണ്ടോ? കാടിനോട് ഏറ്റവും ചേർന്നിരിക്കുന്ന ഹരിണിയാണ്. അതിന് തൊട്ടുപ്പുറയുള്ളത് ചിതലാണ്. ചിതൽ 3 റൂമുകളാണുള്ളത്. ഇതെല്ലാം തന്നെ നവീകരിച്ചിട്ടുണ്ട്. ഇതാണ് ക്യാമ്പസ് വരുന്നത്. കണ്ടോ? ഞാനും ജൂബിനും ഷിബാച്ചാനും കൂടെ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഈ ചീതലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചീതലിന് ഫ്രണ്ടിൽ നല്ല സിറ്റ് ഔട്ടുണ്ട്. അതിനുമുണ്ട്. അപ്പോൾ അവിടെയുള്ള ഗസ്റ്റുകൾ അതിന് വന്നു. പിന്നെ റൂം ഇച്ചിരി സ്പേഷ്യസ് ആണിത്. അടിപൊളി സ്റ്റേ ആട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വഴിയേ പറയാം. നല്ല ചൂടുണ്ട്, പക്ഷെ കാറ്റൊക്കെ വീശുന്നുണ്ട്. അങ്ങനെ ബന്ദിപ്പൂർ വന്നിട്ട് നമ്മുടെ ആദ്യത്തെ സഫാരി ആരംഭിച്ചിട്ടോ. ഇപ്പോൾ നമുക്കിവിടെ ഈ വേനൽക്കാലമാണെങ്കിലും ഇടയ്ക്ക് മഴ കിട്ടിയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സൈറ്റിങ്ങും അതുപോലെ തന്നെ കാടിന് നല്ല പച്ചപ്പുമായിട്ടുണ്ട്. ഒരു ക്രസ്റ്റർ ഹോക്കികൾ ഇരിക്കുന്നതുകൊണ്ട് ആദ്യത്തെ കാഴ്ച അതെയാണ്. സാധാരണ മാനുകളെയായിരുന്നു ആദ്യം കാണുന്നത്. ഇത്തവണ മാനുകളുടെ കാഴ്ചകൾ രണ്ടാമതായി. ആദ്യം തന്നെ ഈഗിളിനെ കണ്ടുകൊണ്ടാണ് നമ്മുടെ കാഴ്ചകൾ ആരംഭിക്കുന്നത്. പിന്നെ മാനുകൾ. ഞാൻ പറഞ്ഞില്ലേ
ഈ സമയങ്ങളിലെല്ലാം ശരിക്കും ഡ്രൈ ആയിരിക്കേണ്ട ഒരു കാടാണ്. പക്ഷേ ഇടയ്ക്ക് മഴ കിട്ടിയത് കൊണ്ട് നല്ലപോലെ പച്ചപ്പായിട്ടുണ്ട്. കാടിനെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. അല്ലെങ്കിൽ തീരെ യെല്ലോ നിറത്തിൽ കാണുന്ന ഒരു കാട് ഇപ്പം നല്ല പച്ചപ്പിലായിട്ടാണ് നിൽക്കുന്നത്. കയറിയപ്പോൾ തന്നെ അതെ കൊമ്പനാണ്, ചെറിയ മതപ്പാടുള്ള കൊമ്പനാണ്. നമ്മുടെ വണ്ടി കണ്ടപ്പോൾ തൊട്ട് അവൻ അസ്വസ്ഥനാണ്. ഈ കൊമ്പനെ ഞാൻ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടുണ്ട്. അന്നും ഇവന് മതപ്പാടായിരുന്നു. കുറച്ച് കൊല്ലം മുന്നാണ്, ഈ അടുത്തടിക്കൊന്നുമല്ല. പിന്നെ ബന്ദിപ്പൂരിൽ സഫാരികളെല്ലാം നിർത്തി വച്ചിരിക്കുകയായിരുന്നു, വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഈ അടുത്തടിക്കൊന്നുമല്ല, ഫെബ്രുവരിയിൽ തുടങ്ങിയതാണ്. നവംബറിൽ അടച്ചിട്ട് ഫെബ്രുവരിയിൽ തുടങ്ങി. നല്ല അസലൊരു കൊമ്പനാണ്. ഞങ്ങളുടെ ജിപ്സി കണ്ടപ്പോൾ തൊട്ട് അവൻ ഭയങ്കരമായിട്ട് അസ്വസ്ഥനാണ്. കൊമ്പന്മാരെയൊക്കെ, ആനകളെ കാണുക കാട്ടിൽ കയറി എന്നുള്ളതൊരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം കേട്ടോ. ആനകളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ യാത്രയിൽ എപ്പോഴും ഒരു എന്താ പറയുക, ബോറടിക്കില്ല ഒരിക്കലും. ബന്ദിപ്പൂരൊക്കെ ഒരുപാട് ആനകളുണ്ട്. ഇപ്പോൾ മഴയെല്ലാം പെയ്ത് പുല്ലെല്ലാം കിളുത്തുകൊണ്ട് ആനകളെല്ലാം തന്നെ ഇപ്പോൾ ബന്ദിപ്പൂരുണ്ട്. ഒരുപാട് ആനക്കാഴ്ചകൾ കിട്ടും. ഈ ബന്ദിപ്പൂരിനെ മറ്റ് കാടുകളിൽ നിന്നും വ്യത്യസ്തമാകുന്ന ഈ ആനകളുടെ കാഴ്ചകളാണ്. നമ്മൾ സൗത്ത് ഇന്ത്യൻ കാടുകളിലാണ് നമുക്ക് ഈ ആനകളുള്ളൂ. നോർത്ത് ഇന്ത്യൻ കാടുകളിലേക്ക് പോയാൽ വളരെ കുറച്ച് കാടുകളിൽ മാത്രമേ നമുക്ക് ആനകളുടെ പ്രസൻസ് ഉള്ളൂ. ആനകൾ എന്തോരം ഉണ്ടെങ്കിലും നമുക്ക് മടുക്കത്തില്ല. കാരണം വീഡിയോയ്ക്കൊക്കെ എപ്പോഴും ഒരു കളർഫുൾ നൽകുന്ന ഈ ആനകളുടെ പ്രസൻസ് ആയിരിക്കും. അവൻ എന്താണെങ്കിലും ചാർജ് ചെയ്യാനുള്ള ഒരു ലക്ഷണമുണ്ട്. റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്ന സൈസ് കൊമ്പനല്ലേ. ഈ ഒരു അനുഭവം അടിപൊളിയാട്ടോ. കൊമ്പന്മാരിങ്ങനെ കുലുങ്ങി വരുന്ന കാഴ്ചയൊക്കെ ഈ ബന്ദിപ്പൂരിന് ഏറ്റവും കൂടുതൽ എന്നാ പറയുക, നമ്മളെ പ്രിയങ്കരനാക്കുന്നതും ഈ ഇത്തരം കാഴ്ചകളാണ്. ആനയുണ്ട്, കടുവയുണ്ട്, പുലിയുണ്ട്, ടോട്ടലി എല്ലാം ഉള്ള ഒരു കാടാണ് ബന്ദിപ്പൂര്. ഇത്രയും അടിപൊളിയൊരു കാഴ്ച കിട്ടിയിട്ട് എങ്ങനെയാണ് ഇവിടുന്ന് പോകുന്നത്? എന്താ ലുക്ക്, എന്താ നോട്ടം. പക്ഷെ നമ്മളെയൊന്നും അങ്ങനെ ഒരു ചാർജ് ചെയ്യാനുള്ള മൂടൊന്നുമില്ല കേട്ടോ. ചെറിയ മതപ്പാടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റേതായ അസ്വസ്ഥതകൾ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ നേരെ കൂടുതൽ അറ്റാക്കിംഗ് മൂഡിലൊന്നും അല്ല. കൊമ്പനാണ് നമ്മുടെ ജിപ്സിയുടെ ഒപ്പം തന്നെ പുറകെ നടന്നുകൊണ്ടിരിക്കുക. യാനകൾ സാധാരണ പിടിയാനകളെ കണ്ടാൽ ഒരുപാട് നേരം നമ്മൾ നിർത്താറില്ല. പക്ഷേ കൊമ്പന്മാരെ കണ്ടാൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാറില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ല സൈസുള്ള കൊമ്പന്മാരായതുകൊണ്ട് തന്നെ കാണാനൊക്കെ നല്ല ലുക്കല്ലേ. സ്മെല്ലൊക്കെ പിടിച്ച് ആശാൻ അങ്ങനെ ഒപ്പം നടക്കുകയാണ്. നല്ലൊരു ഉഗ്രം കൊമ്പനാട്ടോ. ആള് ചെറുതായിട്ട് നമ്മളെ ചാർജ് ചെയ്യണമെന്നോ എന്തോ ദേഷ്യത്തിലൊക്കെയാണ്. പക്ഷേ ഇതുവരെ നമ്മളെ ചാർജ് ചെയ്യാനുള്ളൊരു sees ivory, so he's just gone to the water, drank water and he's come back. He's taking a smell. അതിൻ്റെ ഒപ്പം തന്നെയാണ് നമുക്ക് ഒരു മ്ലാവിൻ്റെ കാഴ്ച കിട്ടിയത്. കൊമ്പൻ്റെ ഏങ്ങി നോക്കുന്ന കാഴ്ചകളും. ഇപ്പോൾ ബന്ദിപ്പൂർ പോകാൻ താല്പര്യമുള്ളവർ ഈ സമയങ്ങളിലൊക്കെ പോയാൽ നല്ല കാഴ്ചകൾ കിട്ടും. അടിപൊളി കാഴ്ചകൾ കിട്ടും. ആനകളൊക്കെ ഒരുപാട് ഉള്ള സമയമാണ്. കാരണം മഴ പെയ്ത് പുല്ലെല്ലാം പിടിച്ചുകൊണ്ട് എല്ലാ ആനകളും ഇങ്ങോട്ട് തിരികെ വരുന്നു. വേനലായി എല്ലാം വയനാട്ടിലേക്ക് മൂവ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതെല്ലാം ഏകദേശം ഇവിടെ തിരികെ എത്തിയ പാടാണ്. ഒരു മരം കൊത്തി ഇരുന്ന് കൊത്തുന്നുണ്ടോ, വൈറ്റ് ബെല്ലി വുഡ്പെക്കറാണ്.
അങ്ങനെ നമ്മുടെ സഫാരി ശരിക്കും ത്രില്ലിങ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. കാടിനെ കാണാനും നല്ല പച്ചപ്പും ഭംഗിയുള്ളത് കൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഗ്രേറ്റർ സ്പോട്ടഡ് ഈഗിളാണ് ആയിരിക്കുന്നത്. ഈ ഇരിക്കുന്നത് ചേഞ്ചബിൾ ഹോക്ക് ഈഗിളാണ്. അപ്പോൾ നമ്മളിപ്പോൾ അടുപ്പിച്ച് 2 തരം ഈഗിളിനെ കണ്ടേ, പരുന്തിനെ കണ്ടേ. കാട്ടിലെ ഏറ്റവും വലിയ ക്രൂരന്മാരായത് കാട്ടുപട്ടി നടക്കുന്നതാണ്. സാധാരണ ഇതൊരു വലിയ ഗ്രൂപ്പായിട്ടാണ് സാധാരണ കാണുന്നത്. പക്ഷെ ഇത്തവണ ഇത് ഒരെണ്ണത്തിനെ കാണുന്നുള്ളൂ. മറ്റെവിടെയെങ്കിലും ഗ്രൂപ്പ് എവിടെയെങ്കിലും കാണാൻ സാധ്യതയുണ്ട്. ഇവനെ റോട്ടികളെ തപ്പി നടക്കുകയാണ്. ഇവന്മാരുടെ ഒരു പ്രത്യേകത ഇതാണ്, ആരെ കണ്ടാലും നമ്മളെ കണ്ട തന്നെ റോട്ടിൽ കിടക്കും, പതിയും കിടക്കും. എന്നാ ഒരു കാഴ്ചയാണ് നോക്കിക്കേ. തത്തമ്മമാരെല്ലാം കൂടി ഞാൻ പൊടിമണ്ണി കിടക്കുന്ന കാഴ്ച. ഇത് മിക്കവാറും തന്നെ ഇവിടെ കിട്ടുന്ന ഒരു കാഴ്ച കേട്ടോ. ഞാൻ ഇതിനു മുമ്പും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വലിയ കൂട്ടമാണ്. അലക്സാണ്ട്രിയൻ പാരക്കീറ്റുകളാണ്. മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ട്. ഇത് ഭംഗിയാന്ന് നോക്കിക്കേ. ഇതിങ്ങനെ കൂട്ടം കൂടി, ഇതൊന്നും അല്ല കേട്ടോ, ഇത്രയും അധികം കൂട്ടം വേറെ മരത്തേൽ ഇരിപ്പുണ്ട്. ഇത് നമ്മൾ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും പറന്നു പോകും. അതിനുശേഷം വീണ്ടും ആ പൊടിമണ്ണിൽ വന്നിരിക്കും. അത്ര മനോഹരമായ കാഴ്ചയാണല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാടിനുള്ളിലേക്ക് കയറി എത്രയോ വൈവിധ്യമായ കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്നത്. എന്ത് ഭംഗിയ മയിലിരിക്കുന്നത്. എന്നാ വലിയ തൂവലുള്ളവനാണ് നോക്കി. ഓരോ കാഴ്ചയും വ്യത്യസ്തമാട്ടോ. കൂപ്പിയിരിക്കുന്ന ഇസ്രായേലിലെ സ്റ്റേറ്റ് ബേർഡ് ഇരിക്കുന്നുണ്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബാർക്കിംഗ് ഡീർ നടക്കുന്നു. സാധാരണ ബാർക്കിംഗ് ഡീറൊക്കെ നമ്മളെ കണ്ട ഓടുന്നതാണ്. പിന്നെ അല്പം ധൈര്യമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. മാനുകൾ പിന്നെ ബന്ദിപ്പൂർ പറയേണ്ട ആവശ്യമില്ലല്ലോ. കണക്കിൽപ്പെടാത്തിടത്തോളം മാനുകളുണ്ട്. അത് നമുക്ക് മെയിൻ റോഡിൽ പോയാൽ തന്നെ കൂട്ടമായിട്ട് നിൽക്കുന്ന കാഴ്ചകളൊക്കെ കിട്ടും. ഇപ്പം അത്യാവശ്യം നല്ല സൈറ്റിംഗ് ഉള്ള സമയമാണ്. നമുക്ക് ബന്ദിപ്പൂരിൻ്റെ ഈ ഫോറസ്റ്റിൻ്റെ സ്റ്റേ എടുത്താൽ മതി. ഈ ഫോറസ്റ്റിൻ്റെ സ്റ്റേയ്ക്ക് ഏകദേശം 6000 രൂപയായിട്ടാണ് നമുക്ക് വരുന്നത്. 3 പേർക്ക് താമസിക്കാം. 2 പേരെ പ്ലസ് എക്സ്ട്രാ ചാർജ് വരും. ഏകദേശം 6000 രൂപയാണ് 2 പേർക്ക് വരുന്നത്. അതിൻ്റെ കൂടെ അഡീഷണൽ ബെഡിൻ്റെ പൈസ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. 650 രൂപ വരും. ഞാൻ പറഞ്ഞില്ലേ, ആനകൾ നമുക്ക് ഒരുപാട് കിട്ടുന്ന ഒരു സമയമാണെന്ന്. ഒരു വലിയ കൂട്ടം ആനക്കൂട്ടമാണ് വാട്ടർ ബോഡിയുടെ സൈഡിൽ നിൽക്കുന്നത്. നമ്മൾ ഈവനിങ് സഫാരി അല്ല ആരംഭിച്ചത്. ഈവനിങ് സഫാരി ആരംഭിച്ചത് തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വാട്ടർ ബോഡിയുടെ അടുത്തേക്കും മൃഗങ്ങളെല്ലാം അതുപോലെ ആനകൾ പ്രത്യേകിച്ച് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് നിൽക്കും. പുല്ലുള്ളത് കൊണ്ട് അവിടെ നിന്ന് ചെത്തിപ്പറിച്ച് കഴിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഇനി നമുക്ക് കുറച്ചധികം ആനകളുടെ കാഴ്ചകളും കാണാം. ഞാൻ പറഞ്ഞില്ലേ, ആനകളുടെ സംസ്ഥാന സമ്മേളനമാണിത്. വൈകുന്നേരത്തെ സഫാരി തുടങ്ങിയപ്പോൾ തൊട്ടിനി ആന കേട്ടോ. കുറച്ചധികം കാഴ്ച കഴിഞ്ഞ് അകത്തേക്ക് കയറിയപ്പോൾ എവിടെ നോക്കിയാലും ആനയാണ്. അത്രയധികം ആനക്കാഴ്ചകളാണ് നമ്മൾ. കുട്ടിക്കൊമ്പന്മാരും വലുതും പിടിയാനകളും കുട്ടികളും എല്ലാം ആയിട്ട് റോഡ് ക്രോസ് ചെയ്ത് വരുന്നതും. ആ കുട്ടിക്കൊമ്പൻ്റെ കൊമ്പൻ്റെ വലിപ്പം കണ്ടു. കൂടുതലൊന്നും പറഞ്ഞങ്ങോട്ട് ബോറടിപ്പിക്കുന്നില്ല. ആനക്കാഴ്ചകൾ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കുറച്ചധികം നേരം നല്ല ആനക്കാഴ്ചകളും കണ്ടുകൊള്ളുക. അത്രയധികം ആനക്കാഴ്ചകളാണ് നമുക്ക് ബന്ദിപ്പൂരിൽ ഇത്തവണ കിട്ടിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആനകളുടെ ഒരു ചാകര അങ്ങനെ തന്നെ പറയാം. അത്രയധികം ആനകളാണ്. എവിടെ തിരിഞ്ഞാലും ആന. ഒരു കൂട്ടത്തെ കണ്ടിട്ട് 10 അടി മാറുമ്പോഴത്തേക്കും വീണ്ടും അടുത്ത കൂട്ടങ്ങൾ. ചെറുതും വലുതും കൊമ്പന്മാരും കുട്ടിക്കൊമ്പന്മാരും ഒക്കെയായിട്ടുള്ള കൂട്ടങ്ങൾ. കുറേ കഴിയുമ്പോൾ പിന്നെ അവർ തന്നെ വണ്ടി നിർത്തില്ല. കാരണം ആനകൾ അതുപോലെ കണ്ടിട്ട് പിന്നെ ആനകൾക്ക് വേണ്ടി നിർത്തേണ്ട ആവശ്യമില്ലല്ലോ.
ഇനി നമുക്ക് ആനകളുടെ കുറച്ച് നീരാട്ട് കണ്ടാലോ. ഇത്രയും നേരം ആനകളുടെ വലിയ കൂട്ടങ്ങൾ നമ്മളിങ്ങനെ നടക്കുന്നതല്ലാണ്ടേ ഇനി ആനകളുടെ നീരാട്ട് കണ്ടാലോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണത്തെ കാഴ്ചകൾ ഗംഭീരമായിരുന്നു. ആനകൾ കൊണ്ട് സമ്പുഷ്ടം. ഇനി അല്പം നേരം നമുക്ക് ഈ നീരാട്ട് കണ്ട് രസിക്കാം. ശരിക്കും ഇതൊരു ആനപീടിയായോന്നും സംശയമുണ്ട്. അതുപോലെ ആനകളായിരുന്നേ. വാട്ടർ ബോഡിയിലേക്ക് എല്ലാം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്തും. ശരിക്കും ഈവനിങ് സഫാരിയിലാണ് കൂടുതൽ സൈറ്റിങ് കിട്ടുന്നത്. കാരണം നല്ല ചൂട് പകലായതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാനുള്ള തത്രപ്പാടിലെല്ലാം തന്നെ വാട്ടർ ബോഡികളുടെ സൈഡിലേക്ക് വരും. പക്ഷെ നമുക്ക് ഇത്തവണ കരടിയെയോ കടുവയോ പുലിയോ ഒന്നും ബന്ദിപ്പൂരിൽ നിന്ന് കിട്ടിയില്ല. മസനഗുഡിയിൽ നിന്ന് കിട്ടിയ കരടി മാത്രമേ ഉള്ളൂ. ಬಿದಿರಲೆ ಮರದ ಚಕ್ಕೆಗಳು ಆಲದ ಮರ ಅಲ್ಲಿ ತಿಂತಾ ಇದೆ ನೋಡಲ್ಲಿ. ഇത് വെള്ളത്തിൽ മുങ്ങി. ಯಾವುದಕ್ಕೆ ಏನು ಹಾಕಲ್ಲ, ಅದಷ್ಟು ಗದೆ ಕಾಳಲ್ಲ, ಅವೇನು ನ್ಯಾಚುರಲ್ ನೋಡಿ, ಏನು ಫುಡ್ ಹಾಕಲ್ಲ. ಅದು ಕ್ಲೀನ್ ಮಾಡ್ಕೊತ ಇದೆ ನೋಡಿ ಮೇಡಮ್. ഒരുത്തും വെള്ളത്തിൽ കിടന്ന് മുങ്ങണുണ്ടോ. സ്വിമ്മിങ് ಮುಳುಗಿ ಹೋಯ್ತು ಮುಳುಗಿ ಹೋಯ್ತು ಪೂರ್ತಿ. ಕನ್ನಡಲ್ಲಿ ಪೂರ್ತಿ ಮುಳುಗ್ಬಿಟ್ಟಿದೆ ಅದು. മേലത്തെ പ്രഗ്നൻ്റാ കയറിപ്പോണം. ഈ കുഞ്ഞു ആനയ്ക്ക് എന്തോ അസുഖമാണ്. അതിന് തീരെ വയ്യ. അതിൻ്റെ കാലും പാടില്ല. അതിന് ഇത് കഴിക്കുന്ന കണ്ടിട്ട് തന്നെ നമുക്ക് സങ്കടം വരുന്നു. തീരെ വയ്യ. ഇത് ജീവിക്കുമെന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. അത്രയേറെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് അത് നിൽക്കുന്നത്. എന്താണെന്നറിയില്ല. അതിൻ്റെ ബാക്കിലെ കാലിനൊക്കെ എന്തോ ഒരു ഇതുണ്ട്. അത് വീഴാൻ പാകത്തിനൊക്കെ നിൽക്കുന്നുണ്ട്. ഇത്രയും കാഴ്ചകൾ തന്നിട്ട് അവസാനം സങ്കടകരമായ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ എത്തിച്ചത്. വളരെ വിഷമം തോന്നി. കൊണ്ടുപോയിട്ടാ ഞാൻ പറഞ്ഞ മാനുകളെല്ലാം ഇവിടെ വന്ന് കയറും. ഇതിനെ പിടിക്കാനായിട്ട് പുലിയും വരും. അതാണ് ക്യാമ്പസിൻ്റെ പ്രത്യേകത. ആയിരക്കണക്കിന് മാനുകൾ ഇവിടെ കയറി വരും. അപ്പോൾ തന്നെ ആയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിറയും ഇത്. ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അത് രാവിലെ നമ്മൾ എഴുന്നേറ്റ് ചെറിയൊരു മഞ്ഞുണ്ട്. ഇപ്പോൾ രാവിലെ ഒരു സഫാരി പോകാമെന്ന് ഓർക്കുന്നു. നല്ല ക്ലൈമറ്റ് എന്ന് വെച്ചാൽ നല്ല ക്ലൈമറ്റ്. രാവിലെ നല്ല തണുപ്പാണ്. സൂപ്പർ ക്ലൈമറ്റാണ്.
എന്തോ ഒരു സൗണ്ട് കേട്ടോ, അതാണ് നോക്കിയത്. രാവിലെ സഫാരി പോകുമ്പോൾ മിക്കവാറും തണുക്കാൻ സാധ്യതയുണ്ട്. എന്ത് രസമാണെന്ന് നോക്കി. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ചുട്ട് കൊള്ളുന്ന ആവിരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും നല്ല AC ക്ലൈമറ്റിൽ അവിടെ നിൽക്കുന്ന കേട്ടോ. അടിപൊളി. ഇത്താണ് ബന്ദിപ്പൂരൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിലൊക്കെ നല്ല സുഖമായി കിടന്നുറങ്ങാം കേട്ടോ. ഒരു തണുപ്പും അല്ല ഒരു ചൂടുമില്ല. രാവിലെ ശരിക്കും പുറത്ത് ജാക്കറ്റ് ഇട്ട് പോകേണ്ട രീതിയിലാണ് വണ്ടിയൊക്കെ പോകുമ്പോൾ. നല്ല സഫാരിയുടെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ ബന്ദിപ്പൂരിൽ നിന്ന് രാവിലത്തെ സഫാരി ആരംഭിച്ച് ഇവിടെ സഫാരി ടൈമിങ്ങിലുള്ള മാറ്റം വന്നു. കാരണം ഇപ്പോൾ ഒറ്റ സഫാരികൾ മാത്രമേ നമുക്കിവിടെ അലോ ചെയ്യുന്നുള്ളൂ. 6:30 to 8:30, 9 വരെയൊക്കെ പോകാം. അതിനപ്പുറത്തേക്ക് കടത്തിവിടത്തില്ല. നേരത്തെ നമുക്ക് 10:30 വരെയൊക്കെ സഫാരി ടൈം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നിർത്തി ഇപ്പോൾ ഒറ്റ സഫാരി ടൈമിങ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ JLR ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റേറ്റ് വ്യത്യാസമൊക്കെ വന്നിട്ടുമുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ സിംഗിളായിട്ട് ജിപ്സികൾ ബുക്ക് ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ 15 ദിവസം മുന്നേ നമ്മൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ സിംഗിൾ സീറ്റ് ജിപ്സികൾ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. 1100 രൂപയാണ് വരുന്നത്. ബസ്സിനാണെങ്കിൽ 650 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. ജിപ്സി ആകുമ്പോൾ 1100 രൂപയും വരും. ഇപ്പോൾ ഫുൾ ജിപ്സി അങ്ങനെ കൊടുക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ക്യാമ്പറുകളിലെല്ലാം സിംഗിൾ സീറ്റുകളാണ് കൊടുക്കുന്നത്. വണ്ടികളുടെ എണ്ണം കുറച്ചതുകൊണ്ട് സഫാരിയുടെ ടൈമിങ്ങിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് അതിരാവിലെ കിട്ടിയ ഗംഭീര സൈറ്റിങ്ങുകൾ ഒന്നാട്ടോ. കാട്ടിലെ ഏറ്റവും വലിയ ക്രൂരന്മാരായ കാട്ടുപട്ടികളുടെ വലിയൊരു ഗ്രൂപ്പ് അതിരാവിലെ വേട്ടയ്ക്ക് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. എല്ലാം പരക്കം പാഞ്ഞ് നടക്കുകയാണ് റോഡിൽ കൂടെയെല്ലാം. ഇവന്മാരൊരു പ്രത്യേകത ഞാൻ ആദ്യമേ ഒരു കാട്ടുപട്ടിയെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. ഇവന്മാർ നമ്മളെയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വണ്ടിയെ കണ്ടാൽ ചാടി അവിടെ കിടക്കും. ഒന്നും അറിയാത്ത രീതി പഞ്ചപാവങ്ങളെ പോലെ അവിടെ കിടക്കും. എല്ലാം വണ്ടി കാണുമ്പോൾ കിടക്കും. നിങ്ങൾ ഇനി പോകുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കാട്ടുപട്ടികൾ മിക്കവാറും വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓടി കാടിനുള്ളിലേക്ക് എവിടെയും കയറി കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത, ഞങ്ങളാരും ഒന്നും അറിയുന്നില്ല രാമനാരായണ എന്ന് പറയുന്ന പോലെ ആ ഒരു രീതിയിൽ എല്ലാം അവിടെ കിടക്കുകയും നമ്മളവിടെ വണ്ടി നിർത്തി അതുങ്ങളൊന്നും അറിയാത്ത രീതി അവിടെ കിടക്കും. അതിരാവിലെ ഇവന്മാർ വേട്ടയ്ക്ക് ഇറങ്ങുന്നതാണ്. കാരണം ഏറ്റവും ക്രൂരമായി വേട്ടയാടി ഭക്ഷിക്കുന്ന ഒരു ജീവിയാണ് ഇവന്മാർ. വലിയൊരു ഗ്രൂപ്പാണ്. 8-10 മുകളിലുണ്ട്. അങ്ങനെ രാവിലത്തെ സഫാരിയിലും വ്യത്യസ്തമായ കാട്ടുപട്ടികളിലെ ഗംഭീരമായ കാഴ്ചകൾ കിട്ടി. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ വേനൽക്കാലത്ത് ബന്ദിപ്പൂരിൽ നിന്ന് സന്ദർശിക്കുകയാണെങ്കിൽ ഇത്തരം കാഴ്ചകൾ നിങ്ങൾക്ക് ലഭിക്കുകയും സഫാരികളെല്ലാം മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വരിക. ഇപ്പോൾ ബസ് സഫാരി എടുത്താലും നഷ്ടമൊന്നുമില്ല. കാരണം എല്ലാം 2 മണിക്കൂർ സമയമാക്കി. JLRനും ആ സമയം തന്നെയാക്കി. ബസ്സിനും 2 മണിക്കൂർ മുകളിലാക്കി. ജിപ്സിയും അങ്ങനെ തന്നെ. നേരത്തെയൊക്കെ ബസ് 1.5 മണിക്കൂർ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് 2 മണിക്കൂറത്തേക്ക് നീട്ടിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബസ് സഫാരി എടുത്താലും നമുക്ക് കാഴ്ചകൾ നല്ലപോലെ കിട്ടും. 650 രൂപ മാത്രമേ പെർ ഹെഡ് ആവുന്നുള്ളൂ. മുൻകൂട്ടി ബുക്ക് ചെയ്ത് 15 ദിവസം മുൻകൂട്ടിയൊക്കെ ബുക്ക് ചെയ്ത് വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ക്യാൻഡറിൽ നമുക്ക് ജിപ്സി സിംഗിൾ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 1100 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ഹരിണി, ചിത്തൽ പോലെയുള്ള പാക്കേജ് ഫോറസ്റ്റിൻ്റെ സ്റ്റേകൾ എടുത്താൽ അവിടെയും 2 വെഹിക്കിളുണ്ട്. അതിലും സിംഗിൾ സീറ്റുകളാണ് പ്രിഫർ ചെയ്യുന്നത്. പണ്ടത്തെ പോലെ നമുക്ക് ജിപ്സി മുഴുവനായിട്ട് തരത്തില്ല, ക്യാമ്പർ മുഴുവനായിട്ട് തരത്തില്ല. ഓരോ സീറ്റുമാണ് തരുന്നത്. പിന്നെ ഇങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം ശനിയും ഞായറും വീക്കെൻഡുകളിൽ വരാതിരിക്കാൻ ശ്രമിക്കുക. ഈ വെഹിക്കിളൊക്കെ കിട്ടുന്നതിനൊക്കെ ഏറ്റവും നല്ലത് ഇടദിവസങ്ങളിലാണ്. ഇടദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ യാതൊരു തടസ്സവുമില്ലാതെ കാടിനുള്ളിൽ കയറിയാലും വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നടക്കും, ഈസിയായി നടക്കും. ഈ ക്യാമ്പസിനുള്ളിൽ തന്നെ വെഹിക്കിളിൽ നിന്നും സഫാരി നമുക്ക് പോകാൻ സാധിക്കും. ഇവിടെയും പെർ സീറ്റ് 1175 രൂപയാണ് മേടിക്കുന്നത്. മഞ്ഞും കോടമഞ്ഞും രാവിലത്തെ ഇളം വെയിലും എല്ലാം കൂടി ഒരു കാടിനെ കാണാൻ എന്ത് ഭംഗിയല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇത്തവണത്തെ യാത്ര കേരളത്തിൽ നിന്നുള്ള വൻ ചൂടിൽ നിന്ന് നമ്മൾ വന്ന് ഇവിടെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. അത്രയേറെ തണുപ്പായിരുന്നേ. ഫോറസ്റ്റിന് സ്റ്റേ എടുക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. JLR എല്ലാം നല്ലപോലെ റേറ്റ് കൂട്ടിയിട്ടുണ്ട്. മഹാരാജ പാക്കേജിന് മാത്രമേ ഇപ്പോൾ ക്യാൻഡർ അനുവദിക്കുന്നുള്ളൂ. വൈസ്രോയി പാക്കേജിനെല്ലാം ഇപ്പോൾ നമ്മുടെ ക്യാൻഡറാണ് കൊടുക്കുന്നത്.
മറ്റേതിന് ജിപ്സി നമുക്ക് മഹാരാജ പാക്കേജിന് മാത്രമേ ക്യാൻഡറല്ല ക്യാമ്പർ കൊടുക്കുന്നുള്ളൂ. അതിരാവിലെ നമുക്കിത് മറ്റൊരു കാഴ്ചകൾ കൂടി കിട്ടിയിട്ടുണ്ട്. കാട്ടുപോത്തുകളുടെ കൂട്ടം വെള്ളം കുടിക്കുന്ന മനോഹരമായൊരു കാഴ്ച. അപ്പോൾ ഇത്തവണത്തെ വീഡിയോ നമുക്ക് എല്ലാ മൃഗങ്ങളെയും തന്നെ കിട്ടിയെന്ന് പറയും. പ്രഡേറ്റേഴ്സ് ഉൾപ്പെടെ മാറ്റി. പ്രഡേറ്റേഴ്സിൽ നമുക്ക് കിട്ടിയത് കാട്ടുപട്ടികളെ മാത്രമാണ്. പുലിയോ അല്ലെങ്കിൽ കടുവയോ ഒന്നും കിട്ടിയില്ലെങ്കിലും ഏറ്റവും അധികം എൻജോയ് ചെയ്ത ട്രിപ്പാകുന്നുണ്ട്. ഒരു നിമിഷം പോലും നമുക്ക് വെറുതെ ഇരിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ കാഴ്ച. അങ്ങനെ അവസാനം ഇറങ്ങാനുള്ള സമയമായപ്പോഴത്തേക്കും മാനിൻ്റെ അലാം കോൾ കേട്ടെ. പക്ഷെ കാടിനുള്ളിലാണ്. ലെപ്പേഡാകാനുള്ള സാധ്യത. തലേദിവസം ഈവനിങ് സഫാരിയിൽ കുറേയധികം വണ്ടികൾക്ക് ലെപ്പേഡ് കിട്ടി, ഞങ്ങൾക്ക് മാത്രമേ കിട്ടാത്തുള്ളൂ. ആ ഒരു സങ്കടവും നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ അവിടെ നിന്നും ഇതിൽ നിന്നും ചെക്കൗട്ട് ചെയ്ത് ബന്ദിപ്പൂരിൻ്റെ ഫോറസ്റ്റ് ചെയ്ത് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ നേരെ തിരിക്കുകയാണ്. തിരികെ പോന്നപ്പോൾ വീണ്ടും നമുക്ക് ഇന്നലെ വന്നപ്പോൾ കിട്ടിയ ആ സെയിം ഗ്രൂപ്പ് തന്നെയാണെന്ന് തോന്നുന്നു. മുതുമല ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് കാടിൻ്റെ സൈഡിലും നിൽക്കുന്നു. ഇത്തവണ എണ്ണം കൂടുതലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോന്നപ്പോഴും ആനകളുടെ കാഴ്ചകൾ തന്നെ നമുക്ക് വീണ്ടും മനോഹരമാക്കി. കാടുകളിലേക്കുള്ള യാത്രകൾ ചില സമയങ്ങളിൽ ഇങ്ങനെ സമ്പുഷ്ടമാകും, ചില സമയങ്ങളിൽ ഒന്നും തരാതെ കാട് ഇറക്കി വിടും. എങ്കിലും ബഹുഭൂരിപക്ഷ സമയങ്ങളും കാട് നമുക്ക് കാഴ്ചകൾ തന്നാണ് വിടാറ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടി ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഇതുപോലെയുള്ള കിടിലൻ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്ലോഡ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ചാനലിന് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.